ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? നിങ്ങളാരെങ്കിലും മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ടോ? കാണണം, അന്യ പരിപാടിയാണ്. എൻ്റെ ലൈഫിലുണ്ടായ ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോണത്. കുറേ പുറകോട്ട് പോകണം. ഞാനിങ്ങനെ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയമാണ്. പ്ലസ് ടു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്രീ ഡിഗ്രി. ഞങ്ങളുടെ ആ സമയത്തോടു കൂടിയാണ് പ്രീ ഡിഗ്രി അവസാനിക്കുക. അപ്പം വേണമെങ്കിൽ എനിക്ക് പ്രീ ഡിഗ്രി പഠിക്കാമായിരുന്നു. പക്ഷേ അപ്പനന്ന് മകനെ ഏത് ദിശയിലേക്കും തിരിച്ചു വിടാൻ വേണ്ടി സയൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എടുത്ത് നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടാക്കുന്നത് കോട്ടയത്തുള്ള മോഡൽ സ്കൂളിലാണ് സയൻസിന് കൊണ്ടാക്കണത്. ഫസ്റ്റ് സ്ഥലം CMS കോളേജിനും എല്ലാ കോളേജുകളുടെയും നടുക്ക് പ്ലസ് ടു അന്യായ പഠനമായിപ്പോയി. എനിവേ, അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൻ ശബരിമലയ്ക്ക് പോവുക. ശബരിമലയ്ക്ക് പോകുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഷാപ്പുംപടിക്ക് ചെന്നിട്ട് അവിടെ തെങ്ങേ കയറുന്ന ആളുകൾ അവരവിടെ ഉണ്ടാവും. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കൊരു അമ്മാവനുണ്ട്. അമ്മാവൻ്റെ പറമ്പിൽ ഒരു തെങ്ങുണ്ട്. ആ തെങ്ങിനകത്ത് കുറച്ച് സംഭവങ്ങളുണ്ട്. ഇളവൻ തേങ്ങയുണ്ട്, അത് പറിച്ചുകൊണ്ട് വരണം, നെയ്യ് തേങ്ങയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. അപ്പം ഞാനിങ്ങനെ അവിടെ ഇരുന്നു നെകളിച്ച് അതിൽ ഏതാണ്ടൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് നടന്നിട്ട് ഈ സംഭവം ഞാൻ മറന്നുപോയി. അപ്പോൾ സമയം കടന്നുപോയി. ഞാൻ പറന്നവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ചാപ്പുംപടിക്കൽ ഇവരൊന്നുമില്ല. നേരെ തിരിച്ചു വന്ന് ഇനി എന്നാ കാണിക്കും. പക്ഷെ എൻ്റെ പൊന്നോ, സോഞ്ചാൻ്റെ കടയിലൊക്കെ പോയി നോക്കി, അവിടെയൊന്നും ഇല്ല, തേങ്ങായും ഇല്ല, ഒന്നുമില്ല, നെയ്ത്തേങ്ങയൊക്കെ പറ്റിയ സാധനമില്ല. ഞാൻ എന്ത് ചെയ്തു, നേരെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടല്ലോ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. ഒരു ചെറിയ തെങ്ങാണ്, വലിയ വണ്ണമൊന്നുമില്ല. അതെന്ന് വെച്ചാൽ കയറി പോകുന്നതിൻ്റെ അവിടെ തന്നെ നിൽക്കുക. അപ്പം നേരെ ഒരു 2 ത്ലായ്പുണ്ടാക്കി. അതായത് വീട്ടിൽ കിടന്ന് 2 തോർത്തെടുത്ത് നനച്ച് ഒരെണ്ണം വട്ടത്തിലാക്കി കാലയിൽ വിട്ട് ഒരെണ്ണം കയ്യിലും ഇങ്ങനെ പിടിച്ച് ഈ തെങ്ങയെ പതുക്കെ കീറി പഠിക്കുക. എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായമാണല്ലോ, നെകളച്ച് നിൽക്കുന്ന പ്രായമല്ലേ. അപ്പം നോക്കുമ്പം ഈസി പരിപാടിയാണ്, കുഴപ്പമൊന്നുമില്ല. 2 ചാട്ടത്തിനൊക്കെ ഇങ്ങനെ ടക്ക് ടക്കെന്നൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ഇത് പലതവണ ചെയ്തപ്പം നമുക്ക് മുകളിലോട്ട് പോകുന്നുണ്ട്. എന്നാൽ കൊള്ളാലോ, നേരെ വിട്ടേക്കാം. അപ്പം 2 പ്രശ്നമുള്ളത്, ഇത് ഞാനാണ് ഈ തെങ്ങ് കയറി ഇത് പറിച്ചെന്ന് അറിയുകയും ചെയ്യരുത്, എന്നാൽ തേങ്ങ കിട്ടുകയും ചെയ്യണം. അപ്പം ഈ അമ്മാവൻ്റെ പറമ്പെന്ന് പറയുമ്പോൾ 3 തട്ടായിട്ടാണ് കിടക്കണത്. ഏറ്റവും മുകളിൽ വലിയ അമ്മാവൻ, തൊട്ട് താഴെ ചെറിയ അതിൻ്റെ താഴത്തെ അമ്മാവൻ, 3ാമത്തെ തട്ടിൽ ആണ് ഈ ഇളയ അമ്മാവൻ്റെ പറമ്പ്, ഏറ്റവും താഴെ തറവാട് വീടും ഇരിക്കുക. അപ്പം ഞാൻ പതുക്കെ വീട്ടിൽ നിന്ന് പറന്ന് ഈ 2 ത്ലായ്പൊക്കെ ആയിട്ട് പറന്ന് വരിക. അവിടെ നേരെ കയറി അമ്മാവൻ്റെ പറമ്പിലോട്ട് കയറി. അന്നേരം ഇതിൻ്റെ ഡേഞ്ചർ സിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ മരമില്ല, ഈ തെങ്ങിൻ്റെ താഴെ കുറേ കല്ലും സാധനങ്ങളൊക്കെ അന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്. പാറക്കഷ്ണങ്ങളും കല്ലും സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. അപ്പം ആരും അറിയാതെ നമ്മളിങ്ങനെ പതുക്കെ അതിനകത്ത് കയറി കഴിഞ്ഞപ്പം തൊട്ട് നടുക്കത്തെ അമ്മാവൻ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഈ പറഞ്ഞ പോലെ സരളി വരച്ചുകളൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ സരിരിക സരിക സരിരിക ഗമ. അപ്പോൾ ഏതൊരു കൊച്ചവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇടത്ത് സൈഡിൽ റോഡിൻ്റെ മുകളിലായിട്ട് നെല്ലിപ്പള്ളി എന്ന് പറഞ്ഞൊരു വീടുണ്ട്. അവിടെ ഈ ചേച്ചിമാരുടെയൊക്കെ അയൽക്കൂട്ടം കൂടുന്ന സമയമാണ്. അപ്പോൾ അവർ അയൽക്കൂട്ടം കൂടാനായിട്ട് അവിടെ ഇങ്ങനെ കൂടിയിരിപ്പുണ്ട്. അങ്ങനത്തെ നമ്മുടെ ചേച്ചിമാർ, നമ്മുടെ ആൻറ്റിമാരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഇത് ചെയ്യുന്നുമുണ്ട്. അവിടെ അയൽക്കൂട്ടത്തിന് വേണ്ടി വന്ന് കൂടിയിട്ടുമുണ്ട്. അപ്പം ഞാൻ പതുക്കനെ എന്നാ കാണിച്ച് ഈ ത്ലായ്പിട്ട് പതുക്കെ വന്നിട്ട് ഈ തെങ്ങയിലോട്ട് വലിഞ്ഞ് കയറാൻ തുടങ്ങി. 2-3 ചാട്ടം ചാടി മുകളിലോട്ട് കയറുന്നുണ്ട്. സക്സസ്ഫുള്ളാണ്, കുഴപ്പമില്ല. എൻ്റെ പൊന്നടാവ്, ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3/4 ഭാഗം കയറിക്കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്കൊരു ആന്തലിങ് വരുക. യോബാവേ, ഇനി ഇത് മുകളിലോട്ട് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫീലിംഗാണ് നമുക്ക് തോന്നുന്നത്, മനസ്സിലായോ? താഴോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കിനും എന്നാ കുഴിയാടാവേ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി നോക്കിയ മരം ചിന്നത്, ഇത് ഭയങ്കര പെടല പോലെ നിൽക്കുന്ന ഒരു മരം ആടാവേ, ഒരു തെങ്ങാണ്. എന്ത് ചെയ്യും? താഴേക്കെങ്ങാനും പോയി കഴിഞ്ഞാൽ നമ്മുടെ സന്താനഗോപാലം മുഴുവനും ഉരഞ്ഞ് നശിച്ച് പെടാപ്പെട്ട് വിട്ടുപോകും. ഒറ്റത്തടി മരമാണല്ലോ. അപ്പോൾ അത് ഓർത്ത് കഴിഞ്ഞപ്പം മുകളിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഏകദേശം കൈയുടെയും കാലിൻ്റെയൊക്കെ ശക്തി പോയി, മനസ്സിലായോ? എടുത്തേക്കുന്ന മുണ്ട് മാത്രം കൊടുത്തിട്ടുണ്ട്. മുണ്ട്, അകത്തൊരു അണ്ടർവെയർ, ഈ 2 സുനായും ഉള്ളൂ, ഈ ത്ലായ്പും ഉള്ളൂ. എൻ്റെ പൊന്നടാവേ, ശരി, ചാടി വീണ്ടും ഒരു തവണയും കൂടെ ചാടിയപ്പം ഇനി ഒരൊറ്റ ചാട്ടത്തിനും കൂടെ നമുക്ക് പുറംപടലെ പിടുത്തം കിട്ടും. ആ അവസ്ഥ വരെ എത്തി.
എൻ്റെ കുഞ്ഞുങ്ങളെ കേട്ടോണം. ആ രണ്ടാമത്തെ ചാട്ടം ചാടി ഈ പുറംമടലെ പിടിക്കലും എൻ്റെ മക്കളെ എൻ്റെ കാലിൻ്റെ താഴത്തെ സാമാനം താഴോട്ട് പോയി. താഴെ ഉണ്ടായിരുന്ന ത്ലായിപ്പ് താഴോട്ട് പോയി. കയ്യിലിരിക്കുന്ന സാധനം മോളിൽ പിടിച്ചില്ലേ, അപ്പം ആ കയ്യിലിരുന്ന വട്ടത്തിൽ പിടിക്കുന്ന സാധനവും താഴോട്ട് പോയി. പുറംമടലിൽ ഞാനിങ്ങനെ തൂങ്ങിക്കിടക്കുവാണ്. ഒന്ന് ആലോചിച്ചോണം. പുറംമടലിൽ തൂങ്ങിക്കിടക്കാന്ന് പറഞ്ഞാൽ അസാധ്യ സീനാണ്. ഈ സാധനം ഉരിഞ്ഞു പോയാൽ ഞാനും ഈ മടലുമായിട്ട് താഴെ ഈ കല്ലും പാറ എല്ലാം കിടക്കുന്നിടത്തേക്ക് വന്ന് വീഴും. മിനിമം നടുവെങ്കിലും ഒടിഞ്ഞ് അവിടെ കിടക്കും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സത്യം പറയാം, നമ്മളിങ്ങനെ മുഖാമുഖം കാണുകയാണ്. സർവ്വ ദൈവങ്ങളെയും നമ്മൾ വിശ്വസിക്കുന്ന കാവിലമ്മേനെയും ഏറ്റുമാനപ്പനെ എല്ലാം വിളിച്ച് ഒടുക്കത്തെ പ്രാർത്ഥന. ഒരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മൾ കാണിച്ച പണി ആരെങ്കിലും അമ്മാവന്മാരാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ താഴത്തെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അപ്പുറത്തെ അയൽക്കൂട്ടത്തിലെ ചേച്ചിമാർ ഇതെല്ലാം റിസ്ക്കാണ്. തൂങ്ങിക്കിടക്കുമോ ഞാനിങ്ങനെ. എന്ത് ചെയ്യും, ഒരു രക്ഷയില്ല. കൈ വിട്ട് താഴോട്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഒടിഞ്ഞ് താഴെ വീഴും. അന്നെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കളരിയിലൊക്കെ പോയി ഈ പറഞ്ഞ പോലെ ഉസ്താദ് നാസർ ഗുരുക്കളുടെയൊക്കെ അടുത്ത് പോയി നല്ല കട്ടക്കുഞ്ഞായിട്ടിരിക്കുന്ന പ്രായമാണ്. പറഞ്ഞ നല്ല തിളച്ച പ്രായമല്ലേ, എന്ന് ആലോചിച്ച് നോക്കി. എന്നാ ചെയ്യും ഞാൻ അന്നേരം. സത്യം പറയാം, ഞാനിങ്ങനെ എൻ്റെ മരണം ഇങ്ങനെ മുഖാമുഖം കാണുവാണ്. ഞാനിങ്ങനെ ചത്ത് കിടക്കുന്നു. അപ്പോൾ എൻ്റെ തലയിൽ വിളക്ക് കത്തിച്ച് വെച്ച് മമ്മിയൊക്കെ ഇരുന്ന് ഭയങ്കര കരച്ചിലും ബഹളവും. അങ്ങനെ ഓരോ സീനുകളും ഞാനിങ്ങനെ കാണുവാണ്. ഇങ്ങനെ മുമ്പോട്ട് വെട്ടി വേർക്കുവാണ് മേലൊക്കെ. എനിവേ ഞാനിങ്ങനെ ഒരു വിധത്തിലും ആരും നമുക്കൊന്നുമില്ല. ആ സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ ഒന്നിനും നമുക്ക് പറ്റത്തില്ല. നമ്മളങ്ങോട്ട് ഇല്ലാതായി പോകും. മനസ്സിലായോ? അവസാനം ഞാൻ അവസാനത്തെ ഒരു ശ്രമം എന്നുള്ള രീതിയിൽ, എന്തായാലും ചാവും ഓക്കെ, അവസാനത്തെ ശ്രമം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ആ കൈ, ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി കട്ടക്കുഞ്ഞ അന്ന്, ഈ പറഞ്ഞ പോലെ ഇച്ചിരി ആരോഗ്യകരമായിട്ട് കട്ടയായിട്ടിരിക്കുന്ന സമയമാണ്, ചെറിയ പ്രായമല്ലേ. ആ കൈയുടെ ബലം കൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഇപ്പം നമ്മൾ ചിൻഡിങ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പൊങ്ങിയിട്ട് അവസാനത്തെ ഊരാന്ന് ഓർത്തണം. നമ്മുടെ ഈ താടി കൊണ്ടുവന്ന് ആ പിടിച്ചേക്കുന്ന മടലിൻ്റെ അവിടെ കൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചപ്പോൾ നമ്മുടെ കൈക്കൊരു പൊടിക്ക് റെസ്റ്റ് കിട്ടി. ശ്രദ്ധിച്ചോണേ എൻ്റെ പൊന്നുമക്കളെ. അപ്പോൾ ഈ ഒരു കൈ ഇങ്ങനെ ഇരിക്കുവാണല്ലോ, മറ്റേ വലത്തെ കൈ വട്ടത്തിൽ പിടിച്ചേക്കുമല്ലേ. ഈ ഇടത്തെ കൈ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അത് അകത്തോട്ടങ്ങിട്ട് ഈ കവളത്തിൻ്റെ അകത്തേക്കിട്ട് അകത്ത് ഒരു മടലയിൽ എനിക്ക് പിടുത്തം കിട്ടിയത് മാത്രമേ ഓർക്കുന്നുള്ളൂ. ഞാൻ എങ്ങനെയാണോ തത്തിപ്പിടിച്ച് ഈ മുകളിലിരിക്കുന്ന ഈ മോന്തായത്തിനകത്ത് കയറി. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കച്ചവടമൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന കാര്യമൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. എങ്ങനെയോ ഞാൻ ഈ സുനായുടെ മുകളിൽ കയറി ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഈ തെങ്ങിൻ്റെ മുകളിലിരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ആട്ടമാടും. ഈ കാറ്റ് പോലത്തെ സാധനമൊക്കെ വരുമ്പോൾ എൻ്റെ പൊന്നടാവേ, നമ്മൾ ഇപ്പം താഴോട്ട് പോകും, ഇപ്പം താഴെ പോകുന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരും കേട്ടോ. ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായ എക്സ്പീരിയൻസും കറക്റ്റായിട്ടുള്ള സാധനങ്ങളും ഇല്ലാതെ ഒരു പണിയും നമുക്ക് ചെയ്യരുത്. പറഞ്ഞ് മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഞാൻ പരിപാടി കഴിഞ്ഞില്ല, ഞാൻ ഇതിൻ്റെ മുകളിൽ ഇരിക്കുവാണല്ലോ. ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പം താണ്ട ഈ മാതിരി മുഴുപ്പുള്ള ഈ കഴപ്പനുറുമ്പെന്ന് പറയും നമ്മുടെ നാട്ടിൽ. ഈ കഴപ്പനുറുമ്പ് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ കയ്യിലും കാലിലും ശരീരം മുഴുവനും പൊതിഞ്ഞ് എന്നെ കടിക്കുവാണ്. കടി എന്ന് പറഞ്ഞാൽ കഴപ്പനുറുമ്പിൻ്റെ കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ, അന്യായ കടകടപ്പാണ്. പക്ഷേ ആ സാഹചര്യത്തിൽ ഞാൻ ഒറ്റ ഉറുമ്പിനെ പോലും എൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ തട്ടി മാറ്റുവോ ഒന്നും ചെയ്തില്ലെന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലായോ? മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവൻ എന്നാ വേദനയെന്നായി പറയണത്. ഞാൻ ആ ഉറുമ്പ് ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നെന്നല്ലാതെ ഒറ്റ ഉറുമ്പിനെ പോലും ഞാനൊന്ന് തട്ടിപ്പോലും മാറ്റിയില്ല. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഉറുമ്പിന് സ്വയം ഒരു നാണക്കേട് വന്നിട്ട് അതുങ്ങൾ കടിയൊക്കെ നിർത്തി. പറഞ്ഞാൽ മനസ്സിലായോ? എൻ്റെ ഇങ്ങനെയല്ല മേലെ മുഴുവൻ കയറി കടിക്കുക. ഏകദേശം ഒരു 2-3 മാസത്തോളം കിടന്ന് ഇതുങ്ങൾ ഈ കടിച്ച ആ ഭാഗത്തെ ഒരു കറുത്ത പോലെയുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലും കാലിലും എല്ലാം ഉണ്ടായിരുന്നു, പൊതിഞ്ഞിട്ട് കടിച്ചിട്ട്. എന്നിട്ട് ഈ കലിപ്പിന്, പറഞ്ഞ മനസ്സിലായില്ലേ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് അങ്ങ് കയറുമല്ലോ. അപ്പം ഈ സംഗതി എന്തായാലും ഇതിനകത്ത് ഞാൻ ചത്തിട്ടില്ല, രക്ഷപ്പെട്ടു. അപ്പം ഞാൻ ആ ലോകത്തു നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. അതായത് നമ്മുടെ ഒരു പെയിനിൻ്റെ ഒരു അവസാന സാധനം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ നമ്മൾ അതിനകത്ത് എന്നാ പറയുക, നമ്മൾ
ചത്തുപോകുന്നുള്ള സ്ഥിതിവിശേഷം വന്നിട്ട് അവിടുന്ന് നമ്മൾ കരകയറി കഴിഞ്ഞാൽ ഇനി ലോകത്തിൽ ഒരു പുല്ലും ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് വരും അല്ലേ. ഞാൻ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആ മരത്തേലുണ്ടായിരുന്ന കംപ്ലീറ്റ് തേങ്ങായും പറിച്ച് താഴെയിട്ട് വെച്ചിങ്ങ അടക്കം പറിച്ച് താഴെയിട്ടെന്നുള്ള ആ കലിപ്പ് തീരാനായിട്ട്. എന്നിട്ട് ഇനിയിപ്പോൾ എന്തോ ചെയ്യും, മുകളിൽ നിന്ന് താഴെ ഇറങ്ങണ്ടേ, ഒരു ഷഡ്ഡി മാത്രമുള്ളൂ, വേർത്തു കുളിച്ച് മൊത്തം നശിച്ചിരിക്കുക. അവസാനം ഞാൻ നോക്കുമ്പം ഈ ചേച്ചിമാരറിയാൻ പാടില്ലല്ലോ, ചേച്ചിമാർ കണ്ടു കഴിഞ്ഞാൽ പണിയാവുമല്ലോ, ഷഡ്ഡി ഇട്ടുകൊണ്ട് ഞാൻ ഇരിക്കുമല്ലേ, പണി പാളി. അപ്പം ഞാൻ ഈ അമ്മാവൻ അപ്പോഴും ഈ പറയുന്ന പോലെ അവിടെ പാട്ട് പഠിക്കുന്നുണ്ടല്ലോ. അപ്പം അന്നേരം അമ്മാവൻ്റെ ആ പാട്ട് പഠി ദാ രീ ഗമ മമ പ ദാ നീ നീ ദാ സാ നീ നീ ദാ നീ ദാ നീ നീ ദാ ബാ രീ ദാ. ഇതൊക്കെ കേൾക്കുമ്പം നമ്മൾ പണ്ട് പറയുന്ന പോലെ എന്നാ പറയുന്നത്, അമ്മയ്ക്ക് അച്ഛന് വീണവായ, അമ്മയ്ക്ക് പ്രസവവേദന, അപ്പന് വീണവായന എന്ന് പറയുന്ന അതേ ഫീലാണ് നമുക്ക് അന്നേരം തോന്നിയത്. അപ്പം ഞാനിങ്ങനെ ഇനി താഴെ ഇറക്കണമല്ലോ, അതിനുവേണ്ടി ഞാൻ പതുക്കെ ശബ്ദം താത്തിയിട്ട് മാവോ പോയി മാവാ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. എവിടെ കേൾക്കാൻ ഒരു രക്ഷയില്ല. എന്നിട്ട് ഞാനവിടെ നിന്ന് നമ്മുടെ ഈ ഇതിൻ്റെ വെച്ചിങ്ങ പറിച്ചിട്ട് അമ്മാവൻ്റെ ജനലിലിട്ട് ഓരോ ഏറ് വെച്ച് കൊടുക്കും. എറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അവത്തെ ചെന്ന് കൊള്ളുന്നു. കൊണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും അമ്മാവൻ അന്നേരം കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട്, ഈ താഴോട്ടല്ലടാ മനുഷ്യൻ്റെ ദൃഷ്ടി വരുള്ളൂ, അവനവൻ്റെ കണ്ണും ദൃഷ്ടിയിലല്ലേ ഉള്ളൂ, അതിങ്ങനെ നോക്കുക. അപ്പം ഞാൻ മോളിൽ നിന്ന് വീണ്ടും മാവോ ഇവിടെ മോളി തെങ്ങിൻ്റെ മുകളിലോട്ട്. അപ്പം അമ്മാവൻ നോക്കി കഴിയുമ്പോൾ ഞാനാണ് മോളിൽ ഇരിക്കണേ. അന്നേരം അമ്മാവൻ്റെ കിളി പോയി. അമ്മാവൻ പാടുന്നത്, യേശുമോനെ എന്നാ പറ്റിയടാ കൊച്ചെ എന്നാ പറ്റിയടാ മോനെ. അപ്പം ഞാനിങ്ങനെ അവിടെ ഇരിക്കുക, വിളറി വെച്ചിരിക്കുക. ഞാൻ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെയാണ് സ്റ്റോറി. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനി അത് പറയുന്നില്ല, വിട്ടേക്കാണ് സംഭവം. അതിനുശേഷം ഞാൻ താഴേക്ക് ഇറങ്ങി എത്തിയെന്ന് കൂടി, ബാക്കി ഞാൻ പറയുന്നില്ല. ഇറങ്ങി വന്നു, താഴെ വന്ന് വെച്ചതിന് ശേഷം നേരെ ഈ താഴത്തെ വീട്ടിലേക്ക് ഞാൻ ഓടിപ്പോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അണ്ടർവെയർ മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു, മൊത്തം വിയർത്ത് കുളിച്ച്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ നമ്മുടെ അനിയത്തിമാരും ഒരു ചേച്ചിയും അമ്മയൊക്കെയാണ് ഉള്ളത്. അപ്പം എൻ്റെ ഈ സിറ്റുവേഷൻ കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ വിരളറി വെളുത്ത് ഞാൻ ഓടി ചെന്നപ്പം ഇവർ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച്, ചേട്ടായി എന്നാ പറ്റി, ചേട്ടായി എന്നാ പറ്റി, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക. അന്ന് ഞാൻ മനസ്സിലാക്കിയതായിരുന്നു, നമ്മൾ കുറച്ച് ആളുകളൊക്കെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ടല്ലോ. അന്ന് ഞാൻ അവരുടെ ആ ഒരു ഇത് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം അങ്ങനെയാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറയുമായിരുന്നു ചെയ്തത്, ലൈഫിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ സത്യത്തിൽ അന്ന് പപ്പായുടെ അടുത്ത് ഞാനൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പപ്പ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, നമുക്ക് വേറെ ഏതെങ്കിലും വിധത്തിൽ തേങ്ങ സെറ്റ് ചെയ്യാം. അപ്പം സത്യത്തിൽ ഞാൻ അന്നേരം എന്താ ചിന്തിച്ചത്, ചോരത്തിളപ്പുകൊണ്ട് ഞാൻ ചിന്തിച്ചത് സ്വന്തമായിട്ട് ചെയ്തേക്കാമെന്ന്. പക്ഷേ ഒരിക്കലും ചെയ്യരുത് മക്കളെ. ഞാൻ ഈ സംഭവം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമുക്ക് കൃത്യമായ ബോധ്യമില്ലാത്ത ഒരു കാര്യം സ്വന്തം റിസ്ക് എടുത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. ചിലപ്പോൾ അത് വലിയൊരു അപകടത്തിലായിരിക്കും ചെന്ന് ഭവിക്കുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് മാത്രം ഇപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ വിരിഞ്ഞിരിക്കാൻ പറ്റിയത്. ഒരു പക്ഷേ ഞാൻ അന്ന് ആ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴെ പോയിരുന്നെങ്കിലും ചിലപ്പോൾ ചത്തുപോയേനെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ബെഡ്റിഡനായിട്ട് കിടക്കേണ്ടി വന്നേനെ. സോ എപ്പോഴും നമ്മൾ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ നിന്ന്, മനസ്സിലായി, ആ സാഹചര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമേ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ പോകാവുള്ളൂ. അതിനുശേഷം ആ വാശിയിൽ ഞാൻ മരത്തേലൊക്കെ കയറാതിരിക്കുക പേടിയായിരുന്നു കുറച്ച് നാൾ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു LP സ്കൂളുണ്ട്. ആ LP സ്കൂളിൻ്റെ മുറ്റത്തൊരു വലിയ മാവ് നിൽപ്പുണ്ട്. വലിയ മാവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അൺബിലീവബിളാണ്, പറയാൻ പറ്റത്തില്ല. ആ പറമ്പ് മുഴുവൻ വിസ്തരിച്ച് കിടക്കും ആ മാവിൻ്റെ ഏകരങ്ങൾ. എൻ്റെ ചേട്ടച്ചാർ വലിയൊരു മരത്തിൽ കയറുന്ന ആളാണ്. പുള്ളിയുടെ സൂപ്പർവൈസിങ്ങിൽ ഞാൻ ആ മരത്തിൻ്റെ ഏത് ബ്രാഞ്ചിൻ്റെ അറ്റത്ത് വരെയും പോകത്തക്ക രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ആ സ്കില്ല് ഞാൻ നേടിയെടുത്തൊരു സമയമുണ്ടായി. ആ മരത്തിൽ ഏത് ഈ മൗഗ്ലിയൊക്കെ കയറി നടക്കുന്ന പോലെ കയറി നടക്കുമായിരുന്നു, മനസ്സിലായോ. സോ നമുക്ക് ഇന്നേറ്റായിട്ടുള്ളൊരു കഴിവില്ലെങ്കിൽ പോലും കൃത്യമായിട്ടുള്ളൊരു പ്രാക്ടീസ് കൊണ്ട് ഏത് സാധനവും നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ അറിവില്ലാത്ത സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് ചോരത്തിളപ്പിൽ തോന്നി ചെയ്താൽ ഒരു പക്ഷേ അത് വലിയൊരു അപകടത്തിലേക്ക് വന്നേക്കാം, മനസ്സിലായോ. സോ എപ്പോഴും നമ്മളൊരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ അത് തുറന്ന് പറഞ്ഞ കാര്യം നമ്മുടെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞാൽ ഈസി ആയിട്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരിക്കത്തുള്ളൂ.
മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത്. ഓക്കെ, മാവോ പോയി. ശ്രദ്ധിക്കുക കേട്ടോ. ടേക്ക് കെയർ, എൻജോയ്.